Arikomban എവിടെയെന്ന മണിക്കൂറുകൾ നീണ്ട ആശങ്ക അവസാനിച്ചു. റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നൽ വീണ്ടെടുത്തു. 10ഓളം സ്ഥലങ്ങളിൽ നിന്നുള്ള സിഗ്നലാണ് ലഭിച്ചത്. പെരിയാർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ തുറന്നുവിട്ട അരിക്കൊമ്പന്റെ സിഗ്നൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് പൂർണ്ണമായും നിലച്ചത്. GPS കോളറിൽ നിന്നും ഒടുവിൽ സിഗ്നൽ ലഭിക്കുമ്പോൾ തമിഴ്നാട് അതിർത്തി മേഖലയായ വണ്ണാത്തിപ്പാറയോട് ചേർന്നായിരുന്നു അരിക്കൊമ്പന്റെ സഞ്ചാരം. സിഗ്നൽ പൂർണ്ണമായും നിലച്ചതോടെ അരിക്കൊമ്പൻ എവിടെയെന്ന് വനം വകുപ്പിന് കണ്ടെത്താനായില്ല. വനം വകുപ്പ് നിരീക്ഷണത്തിനായി വാച്ചർമാരെ നിയോഗിച്ചെങ്കിലും ഫലം കണ്ടില്ല. പിന്നീട് ഇന്ന് രാവിലെ 7:30യോടെയാണ് സിഗ്നൽ വീണ്ടെടുത്തത്. 10ഓളം സ്ഥലങ്ങളിൽ നിന്നുള്ള സിഗ്നലുകളാണ് ലഭിച്ചത്. കേരള തമിഴ്നാട് അതിർത്തിയിലെ വനമേഖലയിലൂടെ കൊമ്പൻ സഞ്ചരിക്കുന്നതായാണ് സൂചന. ഇടതൂർന്ന മരങ്ങൾക്കിടയിലേക്ക് കൊമ്പൻ മാറുന്നതും മേഘാവൃതമായ അന്തരീക്ഷവുമാകാം സിഗ്നൽ നഷ്ടപ്പെടാൻ ഇടയായതെന്ന് വനം വകുപ്പ് വ്യക്തമാക്കി. പെരിയാർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ തുറന്നുവിട്ട ശേഷം പരമാവധി 10 കിലോമീറ്ററിനപ്പുറം അരിക്കൊമ്പൻ സഞ്ചരിച്ചു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.